കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിനൊന്നും തെറ്റൊന്നും ഉണ്ടാവില്ല, ഒരു സംശയമൊന്നും. അല്ല, ഒരു തെളിവില്ല എന്നാണ് കോടതി പറഞ്ഞത്. രാഷ്ട്രീയ കോടതിയുടെ വാക്ക് അവസാനത്തെ വാക്കല്ലല്ലോ. നമ്മൾ എത്ര കോടതിയുടെ വാക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം തിരിച്ച് എത്ര കേസുണ്ട്. അല്ലെ, മാത്യു കൊള്ളനാടങ്ങനെ എടുത്തു ചാടി ചെയ്ത പോലുള്ള ഒരു വിലയിരുത്തലുണ്ടോ പാർട്ടിക്ക്? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അദ്ദേഹം അതൊക്കെ നടത്താനുള്ള പക്വതയും പരിജ്ഞാനമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം മാറ്റപ്പെടുന്നവരില്ല. ബിജെപിക്കെതിരെ മുഖ്യമന്ത്രി ഒരു വാക്കുപോലും പറയാതെ പോയിരിക്കുന്നു. OICC ഗ്ലോബൽ പ്രസിഡന്റായിട്ട് സാർ തന്നെ ജെയിംസ് ഗോൾഡന്മാർ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ആ കാര്യത്തിൽ 4-ാം തീയതി ചാർജ് എടുക്കുന്നതാണ്. അത് വൈകുന്നതിന് എന്തെങ്കിലും അട്ടിമറി ഉണ്ടാകും? അട്ടിമറിയില്ല. പക്ഷെ അടുത്ത ദിവസം അടുത്ത മാസം ആവണ്ടേ, ഈ മാസം തന്നെ എന്തോ 4-ാം തീയതി അത് ചെറിയ അവരെ പ്രശ്നമുണ്ടാകുക, അത് ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പ്രശ്നമുണ്ടാകുക. ഇലക്ഷനിൽ ബിജെപിക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാതാണ് മുഖ്യമന്ത്രി പോയത്. അതെ, പിന്നെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷന് ഇപ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും പ്രചരണം നടത്താൻ സാധിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് മക്കളെയും കൂട്ടി പോയി ആദ്യം നിന്ന് ബൈക്കളെയും കൂട്ടി ഇറങ്ങിപ്പോകുന്ന പോലെ ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ. ഇത് ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ റിയാക്ട് ചെയ്യണം. ഞങ്ങൾ പറയുന്നത് പാർട്ടി റിയാക്ട് ചെയ്യണം. ഈ തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറുമായിട്ടുള്ള വിഷയം അങ്ങയുടെ ശ്രദ്ധപ്പെട്ടിരുന്നല്ലോ. മേയർ തിരുവനന്തപുരം തീർച്ചയായിട്ടും പക്വതയില്ലാത്ത പെരുമാറ്റം തന്നെ, അത്ര മതി. എനിക്ക് ആരെ കുറിച്ചും പരാതിയില്ല. തരേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ എടുക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് പോയിട്ട് ഒപ്പിട്ടെടുക്കാം. വൈകുന്നതിൽ വലിയ വിമർശനങ്ങളുണ്ടല്ലോ. അതിലെന്തെങ്കിലും അട്ടിമറിയുണ്ടോ? ഒരു അട്ടിമറിയില്ല. ആരെതിർത്താലും എന്റെ നിലവിലുള്ള പോസ്റ്റ് ആർക്കും തർക്കാനില്ല. ഒന്നുമില്ല, നാളിലില്ലേ സാറിന് പ്രസിഡന്റ് ഇല്ലേ? അല്ല, അപ്പൊ അസലൊന്നുമല്ലേ? അല്ല, എങ്കിലും അങ്ങ് തിരിച്ചു വരണ്ടേ? ആഗ്രഹിക്കുന്നില്ലേ പ്രവർത്തകർ? ഞാൻ വരേണ്ട സമയത്ത് ഓക്കെ. കണ്ണൂർ എങ്ങനെയാ? തോറ്റതില്ല. കേരളത്തിൽ 20 തോക്കാൻ പോവുക. അത് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. കണ്ണൂരിത്തെ എങ്ങനെയാണ്? കണ്ണൂർ വിജയം ഉറപ്പിക്കാം. കണ്ണൂർ അത് പണ്ടേ ഉറപ്പിച്ച. ഓക്കെ ഓക്കെ. ഒന്ന് വേറൊരു ജന്മത്തിൽ വരാൻ പോകുന്ന കണ്ണൂരായിരിക്കും. അല്ലെ, റിസൾട്ട് വരുന്നവരെ കാത്തു നിൽക്കുക, അങ്ങനെയുണ്ടോ? ഏത് റിസൾട്ട്? ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഒന്നുമില്ല. അങ്ങനത്തെ നിർദ്ദേശം എനിക്ക് ഏത് സമയത്തും എനിക്ക് ശാസിക്കാം, എനി ടൈം. മനസ്സിലായോ? എനിക്ക് അതിനകത്ത് വേറെ സ്പെഷ്യലൊന്നുമില്ല. ഞാൻ KPCC പ്രസിഡന്റാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. എനിക്ക് എപ്പോഴും പോയിക്കൂടെ അതിലിരിക്കുന്നു. ഇതൊരു ഫോർമാലിറ്റി എന്നതല്ലാതെ അതിനപ്പുറത്ത് പറയാത്ത ഒരു കാര്യവുമില്ല. എനിക്ക് ഏത് സമയത്തും പോയി എടുക്കാം. ഇന്ന് പോകാം, നാളെ പോകാം. ഞാനൊന്ന് ഒക്കെ ഹൈക്കമാൻഡിക്ക് 1000 ഡിസ്കസ് ചെയ്തിട്ട് എടുക്കുന്നു. പാർട്ടിക്കകത്ത് ഓരോ അന്വേഷിച്ചു അല്ല, ഒരു അധ്യക്ഷ സ്ഥാനം വേണ്ടേ? ഞാനിങ്ങനെ ഇത്തിരി ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങളായിട്ട് അത് കഴിഞ്ഞില്ല. കഴിയാൻ പോകുന്നില്ല. ഈ മുഖ്യമന്ത്രി ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പോലും ഇറക്കാതെയാണ് വിദേശയാത്ര പോയിരിക്കുന്നത്. വീണ്ടും ഭരണസ്തംഭനമായിരിക്കും. പിണറായി വിജയന് മാത്രമേ അത്തരം ഒരു യാത്ര സംഘടിപ്പിക്കാൻ സാധിക്കൂ. അതാണ് പിണറായി. കുടുംബത്തോടുള്ള യാത്ര മാത്രമല്ല. ഞാൻ ചോദിക്കുന്നു, ഈ മനുഷ്യന് തലക്കകത്ത് വെളിയില്ല. ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത്. ചാർജ് കൊടുത്തോ? ആർക്കെങ്കിലും ഒരു ചാർജ് കൊടുത്തോ? ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു. ഹൂ വിൽ റിയാക്ട്? ഹൂ വിൽ റെസ്പോണ്ട്? പറയട്ടെ. ഇത് ആളെന്ന് പശുക്കൾ ഇറങ്ങിപ്പോൾ പോവുകയാണ് മുഖ്യമന്ത്രി. അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി? സർക്കാരിൻ്റെ പൈസയാണോ? സ്പോൺസർഷിപ്പാണോ? എങ്ങനെയാണ് പോയി വന്നിരിക്കുന്നത്? ഒന്നും ആർക്കും അറിയില്ല. എന്തിനാണ് ഇയാളിങ്ങനെ വിളിച്ചോടുക്കുന്നത്? ഇത് അറിയാൻ ചോദിക്കുക. എല്ലാ രീതിയും വ്യക്തമാക്കി നമ്മൾ പോകുന്നതല്ല കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് പറയും, ജനങ്ങളോട് പറഞ്ഞു. എത്ര അന്തസ്സുള്ള അദ്ദേഹത്തിന് പോകാം. എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത്? സ്പോൺസർഷിപ്പിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയാതൊന്നും പോകില്ല. അപ്പോൾ പറയുന്ന അത്
ഞാൻ പറയുന്നത് സ്പോൺസർഷിപ്പ് ആയാലെന്താ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിനെ സ്പോൺസർ ചെയ്യുന്നത് കുഴപ്പമെന്താ? ആ സ്പോൺസർഷിപ്പിലായാൽ പോകുന്നു, ഇന്നയാളെ സ്പോൺസർഷിപ്പ് അത് പറഞ്ഞൂടെ? പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് വല്ല കാര്യമുണ്ട്? വേറെ പണിയൊന്നുമില്ല. സിഎമ്മിന്റെ ഒളിച്ചോട്ടമാണെന്ന് പറയുന്നത്. ഇയാളുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 അൽസേഷൻ കൂട്ടിക്കൊണ്ടുപോകാം. സിഎം എന്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത്? ഒളിച്ചോട്ടം എന്ന് അങ്ങ് പറഞ്ഞു. എന്താണ് സിഎമ്മിന്റെ ഒളിച്ചോട്ടമാണ്? ഒളിച്ചോട്ടം ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിൽ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ, അത്യുഷ്ണം, കാലാവസ്ഥയുടെ എല്ലാം മോശത്തോടെ ഫേസ് ചെയ്യാണ് കേരളം. ബാക്കി 100,000 പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എന്ത് പറയണം, എന്ത് വിശേഷിപ്പിക്കണം എന്ന് പറയാം. ഇന്തോനേഷ്യയിലേക്ക് ദുബായ് വഴി പോകുന്നതിൽ എന്തെങ്കിലും ദുരൂഹത കാണുന്നുണ്ട്? ഇന്തോനേഷ്യയിലേക്ക് ദുബായ് വഴി പോകുന്നതിൽ എന്തെങ്കിലും ദുരൂഹത തോന്നുന്നുണ്ട്? അത് എന്തിനാ ഇന്തോനേഷ്യ പോകുന്നതിന് എന്തിനാ ദുബായ് പോകുന്നു? നേരെ പോയിക്കൂടെ? എത്ര മണിക്കൂർ സമയം ലാഭിക്കാം, എത്ര കാശ് ലാഭിക്കാം? അപ്പുറത്ത് അച്ചാച്ചനില്ലാത്ത ഭാഗ്യം, കുടുംബത്തിന്റെ അച്ചാച്ചൻ അപ്പുറത്തുണ്ടെന്ന് പറയാൻ ആരും ഭാഗ്യമില്ലാത്ത ഭാഗ്യം. എന്ത് പറയുന്നതിനൊക്കെ ഒരു പൊരുളും ഒരു അന്തസ്സും മാന്യതയൊക്കെ ഒരു മുഖ്യമന്ത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞു, ഇടതുപക്ഷത്തിന് ആകെ ഒരു മുഖ്യമന്ത്രിയുടെ ഈ മുഖ്യമന്ത്രി. ഇദ്ദേഹം ബാക്കി എല്ലാ ജില്ലയിലും സംസ്ഥാനത്തും പോകേണ്ടതാണ്. ബാക്കിയുള്ള സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ? CPMന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി. ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ടുന്ന ആൾ സുപ്രഭാതത്തിൽ കുടുംബത്തിനെയും മുട്ടി എന്താ പറയുക എക്സിബിഷൻ പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആര് കേൾക്കും, ആര് ശ്രമിക്കും? ഈ മാത്യു കൊള്ളനാടനെ കഴിഞ്ഞ